ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ സെഷൻസിലായിട്ട് ടൈമർ പ്രോഗ്രാമിങ്ങും സീരിയൽ കമ്മ്യൂണിക്കേഷൻ പ്രോഗ്രാമിങ്ങും കവർ ചെയ്തു. ഈ ഒരു സെഷനിൽ ഇൻട്രപ്റ്റ്സ് പ്രോഗ്രാമിംഗ് നോക്കാം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻട്രപ്റ്റ്സ് ആൻഡ് ദെയർ പ്രോഗ്രാമിംഗ്. ദെൻ ഇൻട്രപ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ എക്സ്റ്റേണൽ ഓർ ഇൻറ്റേർണൽ ഇവൻറ്റ് ദാറ്റ് ഇൻട്രപ്റ്റ്സ് ദ മൈക്രോ കൺട്രോളർ ടു ഇൻഫോം ദാറ്റ് എ ഡിവൈസ് നീഡ്സ് ഇറ്റ് സർവീസ്. എ സിംഗിൾ മൈക്രോ കൺട്രോളർ ക്യാൻ സെർവ് സെവറൽ ഡിവൈസസ് ബൈ ടു വേസ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നതാണ് ഇൻട്രപ്റ്റ്സ് ത്രൂ ISR, ഇൻട്രപ്റ്റ് സർവീസ് റൊട്ടീൻ. ഇൻട്രപ്റ്റ്സ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ആവാം, ഇൻറ്റേർണൽ ഇവൻറ്റ്സ് ആവാം. കൺസിഡർ ഒരു എക്സ്റ്റേണൽ ഡിവൈസ് മൈക്രോ കൺട്രോളിൻ്റെ സർവീസ് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇൻട്രപ്റ്റ് സിഗ്നൽ മൈക്രോ കൺട്രോളിന് സെൻഡ് ചെയ്യും. ആ ഒരു ഇൻട്രപ്റ്റ് സിഗ്നൽ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ മൈക്രോ കൺട്രോളർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ആ ഒരു പ്രോഗ്രാം സസ്പെൻഡ് ചെയ്യും. ദെൻ ഈ ഒരു റിക്വസ്റ്റ് സർവീസ് ചെയ്യും. ആ ഒരു റിക്വസ്റ്റ് സർവീസ് ചെയ്യാൻ വി നീഡ് ടു റൈറ്റ് സർട്ടൻ കോഡ്സ്. ആ ഒരു ഗ്രൂപ്പ് ഓഫ് കോഡ്സിനെയാണ് പറയുന്നത് ഇൻട്രപ്റ്റ് സർവീസ് റൊട്ടീൻ. അതൊരു സബ് പ്രോഗ്രാമാണ്. ഇൻട്രപ്റ്റ് ഒക്കർ ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് അഡ്രസ് ലൊക്കേഷനിലോട്ട് ഓട്ടോമാറ്റിക്കലി ജമ്പ് ചെയ്യും. ആ ഒരു അഡ്രസ് ലൊക്കേഷനിൽ നമ്മൾ റൈറ്റ് ചെയ്യുന്ന കോഡ്സിനെയാണ് ഇൻട്രപ്റ്റ് സർവീസ് റൊട്ടീൻ എന്ന് പറയുന്നത്, ISR. അതർവൈസ് ഇറ്റ് ഈസ് നോൺ ആസ് ഇൻട്രപ്റ്റ് ഹാൻഡ്ലർ. ദെൻ ഇത്തരം റിക്വസ്റ്റ് മറ്റൊരു രീതിയിലും സർവീസ് ചെയ്യാം. അതെന്ന് പറയുന്നത് പോളിംഗ് ആണ്. പോളിംഗ് എന്ന് പറയുന്നത് ദ മൈക്രോ കൺട്രോളർ കണ്ടിന്യൂസ്ലി മോണിറ്റേഴ്സ് ദ സ്റ്റേറ്റസ് ഓഫ് എ ഗിവൺ ഡിവൈസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ടൈമർ പ്രോഗ്രാമിങ്ങും സീരിയൽ പ്രോഗ്രാമിങ്ങും പറഞ്ഞപ്പോൾ ടൈമർ ഓവർഫ്ലോ ആകുമ്പോൾ ടൈമർ ഫ്ലാഗ് TF ഫ്ലാഗ് സെറ്റ് ആവും. ഇപ്പോൾ TF ഫ്ലാഗ് സെറ്റ് ആയിട്ടുണ്ടോ എന്ന് നമ്മൾ കണ്ടിന്യൂസ്ലി ചെക്ക് ചെയ്യും. ഏത് ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്തിട്ടായിരുന്നു? JNB ഇൻസ്ട്രക്ഷൻ. JNB ടൈമർ ഫ്ലാഗ്. ദെൻ ആ ഒരു അഡ്രസ്സിൽ തന്നെ നമ്മൾ നിൽക്കും. നമ്മൾ കണ്ടിന്യൂസ്ലി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. അതിനെയാണ് പോളിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ടൈമർ ഫ്ലാഗ് മോണിറ്റർ ചെയ്യുക, അതൊരു ഇൻറ്റേർണൽ ഇവൻ്റ് ആയിരുന്നു. എനിവേ ആ ഒരു മെക്കാനിസം എന്ന് പറയുന്നത് പോളിംഗ് ആണ്. അതേപോലെ സീരിയൽ കമ്മ്യൂണിക്കേഷൻ, ഒരു ബൈറ്റ് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ, സക്സസ്ഫുള്ളി ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ TI ഫ്ലാഗ് സെറ്റ് ആവും. അപ്പോൾ TI ഫ്ലാഗ് നമ്മൾ മോണിറ്റർ ചെയ്യേണ്ടി വരും. TI ഫ്ലാഗ് മോണിറ്റർ ചെയ്ത് അത് ക്ലിയർ ചെയ്തതിന് ശേഷം വീണ്ടും ബൈറ്റ് നമുക്ക് SBUFലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. അതേപോലെ RI ഫ്ലാഗ്, ഒരു ബൈറ്റ് ഡീഫ്രെയിമിംഗ് കഴിഞ്ഞ് SBUFലെത്തുമ്പോൾ RI ഫ്ലാഗ് സെറ്റ് ആവും, റിസീവ് ആയിട്ടുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ RI ഫ്ലാഗ് നമ്മൾ മോണിറ്റർ ചെയ്യണം, പ്രോഗ്രാം വൈസ് മോണിറ്റർ ചെയ്യണം. അപ്പോൾ അങ്ങനെ മോണിറ്റർ ചെയ്ത് കാര്യങ്ങൾ ചെയ്യുന്നതിനെയാണ് പോളിംഗ് എന്ന് പറയുന്നത്. ദെൻ ഫോർ എവരി ഇൻട്രപ്റ്റ് ദർ മസ്റ്റ് ബി ആൻ ഇൻട്രപ്റ്റ് സർവീസ് റൊട്ടീൻ ഓർ ഇൻട്രപ്റ്റ് ഹാൻഡ്ലർ. അതായത് ഒരു ഇൻട്രപ്റ്റ് വന്നു കഴിഞ്ഞാൽ മൈക്രോ കൺട്രോളർ റൺസ് ദ ഇൻട്രപ്റ്റ് സർവീസ് റൊട്ടീൻ. ഓരോ ഇൻട്രപ്റ്റിനും അതിൻ്റേതായിട്ടുള്ള ഫിക്സഡ് ലൊക്കേഷൻസ് ഉണ്ട്. ആ ഒരു ഫിക്സഡ് ലൊക്കേഷനിലോട്ട് മൂവ് ചെയ്യും ഓട്ടോമാറ്റിക്കലി. ആ ഒരു ഫിക്സഡ് ലൊക്കേഷനിൽ നമ്മൾ കോഡ് എഴുതണം. ആ ഗ്രൂപ്പ് ഓഫ് കോഡ്സാണ് ISR എന്ന് പറയുന്നത്. അപ്പോൾ 6 ഇൻട്രപ്റ്റ്സ് വരുന്നുണ്ട്. ഓരോന്നും നമുക്ക് പറയാം. ഓരോ ഇൻട്രപ്റ്റും ഒക്കർ ചെയ്ത് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് അഡ്രസ് ലൊക്കേഷനിലോട്ട് ഓട്ടോമാറ്റിക്കലി മൂവ് ചെയ്യും. ആ ഒരു അഡ്രസ് ലൊക്കേഷനിലാണ് ഇൻട്രപ്റ്റ് ഹാൻഡിൽ ചെയ്യാനുള്ള കോഡ്സ് നമ്മൾ എഴുതാനുള്ളത്. ആ ഒരു അഡ്രസ് ലൊക്കേഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ ഇൻട്രപ്റ്റ് വെക്റ്റർ ടേബിൾ ചെക്ക് ചെയ്യുക. 6 ഇൻട്രപ്റ്റ്സ് ആണ് വരുന്നത്. ഫസ്റ്റ് വൺ ഈസ് റീസെറ്റ്. ദെൻ 2 എക്സ്റ്റേണൽ ഹാർഡ്വെയർ ഇൻട്രപ്റ്റ്സ് ഉണ്ട്. എക്സ്റ്റേണൽ ഹാർഡ്വെയർ INT0 ആൻഡ് INT1. ദെൻ ടൈമർ റിലേറ്റഡ് ഇൻട്രപ്റ്റ്സ്, ടൈമർ 0ക്കും ടൈമർ 1നും 2 സെപ്പറേറ്റ് ഇൻട്രപ്റ്റ്സ് ഉണ്ട്, TF0 ആൻഡ് TF1. അപ്പോൾ സീരിയൽ കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് RIക്കും TIക്കും ചേർത്ത് ഒരു ഇൻട്രപ്റ്റ് സിഗ്നലാണ് വരുന്നത്. ദെൻ ശ്രദ്ധിക്കുക, ഓരോ ഇൻട്രപ്റ്റ് സിഗ്നലും റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻട്രപ്റ്റ്സ് എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് അഡ്രസ് ലൊക്കേഷനിലോട്ട് ജമ്പ് ചെയ്യും. ഓക്കെ, ആ ഒരു അഡ്രസ് ലൊക്കേഷനിലാണ് ഇൻട്രപ്റ്റ് സർവീസ് ചെയ്യാനുള്ള കോഡ് എഴുതാനുള്ളത്. റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇറ്റ് വിൽ മൂവ് ടു ദ റോം ലൊക്കേഷൻ 0000 ഹെക്സ്. ദെൻ എക്സ്റ്റേണൽ ഹാർഡ്വെയർ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ INT0 പിന്നിൽ ഇൻട്രപ്റ്റ് സിഗ്നൽ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി 0003 ഹെക്സ് ലൊക്കേഷനിലോട്ട് മൂവ് ചെയ്യും. INT1 ആണെന്നുണ്ടെങ്കിൽ 0013 ഹെക്സിലോട്ടാണ് മൂവ് ചെയ്യുക. അതേപോലെ 2 ടൈമേഴ്സ്, ടൈമർ 0 ആണെന്നുണ്ടെങ്കിൽ TF0 ഫ്ലാഗ് റേസ് ആയി കഴിഞ്ഞാൽ അതൊരു ഇൻറ്റേർണൽ ഇവൻ്റ് ആണ്. ഓട്ടോമാറ്റിക്കലി 000B ഹെക്സിലോട്ട് മൂവ് ചെയ്യും.
TF1 ആണ് റേസ് ആവുന്നതെന്നുണ്ടെങ്കിൽ 001B ഹെക്സിലോട്ട് ഓട്ടോമാറ്റിക്കലി ജമ്പ് ചെയ്യും. ദെൻ സീരിയൽ കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് അതിൽ RI ഫ്ലാഗും TA ഫ്ലാഗും റേസ് ആയി കഴിഞ്ഞാൽ ഏത് ഫ്ലാഗ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഈ ഒരു 0023 ഹെക്സിലോട്ട് മൂവ് ചെയ്യും. അപ്പോൾ നമ്മളവിടെ ചെക്ക് ചെയ്യാനുള്ളത് അത് RI ആണോ TA ആണോ റേസ് ആയിട്ടുള്ളതെന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇതാണ് 6 ഇൻട്രപ്റ്റ്സ്. അതിൻ്റെ ISR സ്റ്റാർട്ടിംഗ് ലൊക്കേഷൻസ് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ടേബിളാണ് ഇൻട്രപ്റ്റ് വെക്റ്റർ ടേബിൾ. മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, മൈക്രോ കൺട്രോളർ റീസെറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാ ഇൻട്രപ്റ്റ്സും ഡിസേബിൾഡ് കണ്ടീഷനിലാണ്. ഓക്കെ, ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് സർവീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻട്രപ്റ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ എനേബിൾ ചെയ്യണം, സോഫ്റ്റ്വെയർ വൈസ് എനേബിൾ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് IE രജിസ്റ്റർ യൂസ് ചെയ്യുന്നുണ്ട്. ഇൻട്രപ്റ്റ് എനേബിൾഡ് രജിസ്റ്റർ എന്നാണ്. നമുക്കതിൻ്റെ സ്ട്രക്ചർ നോക്കാം. ആ തന്നിരിക്കുന്നത് ഇൻട്രപ്റ്റ് എനേബിൾഡ് രജിസ്റ്ററിൻ്റെ സ്ട്രക്ചറാണ്. അതിൽ D7 ബിറ്റ് എന്ന് പറയുന്നത് EA, അതായത് എനേബിൾ ഓൾ എന്നാണ്. എനേബിൾ ഓൾ ദ ഇൻട്രപ്റ്റ്സ്. ഇൻട്രപ്റ്റ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ D7 ബിറ്റ് EA ബിറ്റ് 1 ആക്കണം, നമ്മൾ സെറ്റ് ചെയ്യണം. 0 ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് ഇറ്റ് ഡിസേബിൾസ് ഓൾ ദ ഇൻട്രപ്റ്റ്സ്. മൈക്രോ കൺട്രോളർ റീസെറ്റ് ചെയ്യുമ്പോൾ EA ബിറ്റ് എന്ന് പറയുന്നത് ബൈ ഡിഫോൾട്ട് അത് 0 ആയിരിക്കും. ഇൻട്രപ്റ്റ്സ് എനേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ EA ബിറ്റ് എന്ന് പറയുന്നത് പ്രോഗ്രാം വൈസ് 1 ആക്കണം. ദെൻ ഈ ഒരു ബിറ്റ് യൂസ് ചെയ്യുന്നില്ല. ഈ ഒരു ബിറ്റ് എന്ന് പറയുന്നത് ടൈമർ ടു ഓവർഫ്ലോ ഫ്ലാഗ്, അത് എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ 0 ആക്കി കഴിഞ്ഞാൽ ടൈമർ ടു ഓവർഫ്ലോ ഫ്ലാഗ് അത് ഡിസേബിൾ ചെയ്യും. അതേപോലെ തന്നെ സീരിയൽ പോർട്ട് ഇൻട്രപ്റ്റ് നമുക്ക് എനേബിൾ ചെയ്യാം, ഡിസേബിൾ ചെയ്യാം. ഈ ഒരു ബിറ്റിലോട്ട് നമുക്ക് കറസ്പോണ്ടിങ് വാല്യൂ പാസ് ചെയ്യാം, അതായത് 0 അല്ലെങ്കിൽ 1. അതേപോലെ ടൈമർ 1, ദെൻ എക്സ്റ്റേണൽ ഇൻട്രപ്റ്റ് 1. ദിസ് ഇസ് ഫോർ ടൈമർ 0 ഓവർഫ്ലോ ഇൻട്രപ്റ്റ്. ദെൻ ദിസ് ഇസ് ഫോർ എക്സ്റ്റേണൽ ഇൻട്രപ്റ്റ് 0 ഇൻട്രപ്റ്റ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, ആദ്യം ഇൻട്രപ്റ്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ EA ബിറ്റ് എന്ന് പറയുന്നത് 1 ആക്കണം. EA ബിറ്റ് 0 ആണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ബിറ്റ്സ് സെറ്റ് ചെയ്തിട്ടും കാര്യമില്ല. ഓക്കെ, എല്ലാ ഇൻട്രപ്റ്റ്സും ഡിസേബിൾ ചെയ്തു പോകും EA 0 ആക്കി കഴിഞ്ഞാൽ. അപ്പോൾ ഇൻട്രപ്റ്റ് സർവീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ EA ബിറ്റ് 1 ആക്കുക. ദെൻ ഓരോ ഇൻട്രപ്റ്റ്സും 6 ഇൻട്രപ്റ്റ്സ് ഉണ്ട്. അതിൽ ഒരെണ്ണം എന്ന് പറയുന്നത് റീസെറ്റാണ്. റീസെറ്റ് നമുക്ക് ഡിസേബിൾ ചെയ്യാൻ പറ്റില്ലല്ലോ, അതൊരു ഹാർഡ്വെയർ ഇൻട്രപ്റ്റ് തന്നെയാണ്. ബാക്കിയുള്ള ഇൻട്രപ്റ്റ്സ് സെലക്ട് ചെയ്ത് നമുക്ക് ഡിസേബിൾ ചെയ്യാം അല്ലെങ്കിൽ എനേബിൾ ചെയ്യാം. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ് അവിടെ നോട്ട് ചെയ്തിരിക്കുന്നത്. ഇൻട്രപ്റ്റ്സ് എനേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ EA ബിറ്റ് എന്ന് പറയുന്നത് 1 ആക്കണം. EA ബിറ്റ് 0 ആണെന്നുണ്ടെങ്കിൽ ഓൾ ദ ഇൻട്രപ്റ്റ്സ് വിൽ ബി ഡിസേബിൾഡ്. ദെൻ ഇൻട്രപ്റ്റ്സ് എനേബിൾ ചെയ്യുന്ന എക്സാമ്പിൾസ് കൂടി നമുക്ക് നോക്കാം. ആ ഒരു ഇൻസ്ട്രക്ഷൻ നോക്കുക. മൂവ് IE, #, ഒരു ബൈനറി വാല്യൂ ഇമ്മീഡിയറ്റ് ആയിട്ട് പറഞ്ഞിരിക്കുകയാണ് 100101110. IE രജിസ്റ്ററിൻ്റെ സ്ട്രക്ചർ കൂടി നമുക്ക് കമ്പയർ ചെയ്യാം. ഇവിടെ EA ബിറ്റ് എന്ന് പറയുന്നത് സെറ്റ് ചെയ്തിട്ടുണ്ട്, ഇൻട്രപ്റ്റ്സ് എനേബിൾ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള ഇൻട്രപ്റ്റ്സ് ഏതൊക്കെയാണ് എനേബിൾ ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം. ഇവിടെ സീരിയൽ കമ്മ്യൂണിക്കേഷൻ ഇൻട്രപ്റ്റ്സ് എനേബിൾ ചെയ്തിട്ടുണ്ട്. ദെൻ ടൈമർ 0 ഓവർഫ്ലോ ഫ്ലാഗ് കറസ്പോണ്ടിങ് ഇൻട്രപ്റ്റ് എനേബിൾ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബിറ്റ് 1 ആക്കിയിട്ടുണ്ട്. ദെൻ എക്സ്റ്റേണൽ ഇൻട്രപ്റ്റ് 1 സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇൻട്രപ്റ്റ്സ് എന്ന് പറയുന്നത് ഏതൊക്കെ ഇൻട്രപ്റ്റ്സ് ആണ് എനേബിൾ ചെയ്യാനുള്ളത് അത് നമുക്ക് നോക്കി സെലക്ട് ചെയ്യാം. അപ്പോൾ ഒരു കാര്യം എൻഷുർ ചെയ്യണം, ഇൻട്രപ്റ്റ്സ് സർവീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ EA ബിറ്റ് എന്ന് പറയുന്നത് അവിടെ 1 ആയിരിക്കണം. ദെൻ ബാക്കിയുള്ള എക്സാമ്പിൾസ് നോക്കാം. ഇൻട്രപ്റ്റ് എനേബിൾ രജിസ്റ്റർ എന്ന് പറയുന്നത് ഓരോ ബിറ്റായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ബിറ്റ് അഡ്രസ്സിബിൾ ആണ്. അപ്പോൾ EA ബിറ്റ് 1 ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. സെറ്റ് ബിറ്റ് കറസ്പോണ്ടിങ് ബിറ്റ്, അതായത് IE.7 D7 ബിറ്റാണ് നമുക്ക് സെറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ സെറ്റ് ബിറ്റ് IE.7. അതേപോലെ സെറ്റ് ബിറ്റ് IE.4 എന്ന് പറയുന്നത് ഇറ്റ് എനേബിൾ ദ സീരിയൽ ഇൻട്രപ്റ്റ്. ദെൻ സെറ്റ് ബിറ്റ് IE.1, ദാറ്റ് ഈസ് ഇറ്റ് എനേബിൾസ് ടൈമർ 0 ഇൻട്രപ്റ്റ്. Then set bit IE.2, that enable the external interrupt 1. Then ഇനി എങ്ങനെയാണ് അത് ഡിസേബിൾ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ സെറ്റ് ബിറ്റിൻ്റെ ഓപ്പോസിറ്റ് ക്ലിയർ ആണ്. ക്ലിയർ കറസ്പോണ്ടിങ് ബിറ്റ് നമുക്ക് ഇങ്ങനെ കൊടുക്കാം. CLR IE.1, അതിൻ്റെ മീനിങ് ഇതാണ്, ഇറ്റ് ഡിസേബിൾ ടൈമർ 0 ഇൻട്രപ്റ്റ്. ദെൻ CLR IE.7,
അവിടെ നോക്കുക D7 ബിറ്റ് ആണ് ക്ലിയർ ചെയ്യുന്നത്. D7 ബിറ്റ് എന്ന് പറയുന്നത് EA ബിറ്റ് ആണ്. EA ബിറ്റ് 0 ആക്കി കഴിഞ്ഞാൽ ഇറ്റ് ഡിസേബിൾസ് ഓൾ ദ ഇൻട്രപ്റ്റ്സ്. ഓക്കെ, ഈ ഒരു സെഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നെക്സ്റ്റ് സെഷനിൽ ടൈമർ ഇൻട്രപ്റ്റ്സ് പ്രോഗ്രാമിംഗ് നോക്കാം.